ഈ പാലസ്തീനിയൻ അല്ലെങ്കിൽ ഗസ റെഫ്യൂജീസിനെ കൊണ്ട് ഇപ്പോൾ ലോകം മുഴുവനും തോറ്റു എന്ന് പറയുന്ന ഒരു രീതിയിലോട്ടാണ് അവർ തന്നെ പെരുമാറുന്നത്. ഇത് നമ്മൾ പറയുന്നില്ല, അവർ തന്നെ പെരുമാറുന്നത്. അതായത് മലേഷ്യയിൽ അവർ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ജനീറ കൺവെൻഷൻ പ്രകാരം അതായത് ഈ ലോകത്ത് ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ യുദ്ധം നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് പർട്ടിക്കുലർ റിലീജിയൻ യുദ്ധം നടത്തുക, ഇങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ അടുത്തുള്ള രാജ്യങ്ങൾ അവർക്ക് തൽക്കാലമായിട്ട് ഒരു റിഫ്യൂജി ക്യാമ്പുകൾ സെറ്റ് ചെയ്ത് അവരെ അങ്ങോട്ട് സ്വീകരിക്കണം. അതിനുശേഷം യുദ്ധങ്ങൾ നിർത്തിയതിനു ശേഷം തിരിച്ച് ഇവരെല്ലാം തന്നെ ഇവരുടെ രാജ്യത്തോട്ട് മടങ്ങി പോകേണ്ടതുമാണ്. അപ്പോൾ ഇതാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പലസ്തീന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഗസയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈജിപ്റ്റ് ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, ജോർദൻ, ലിബിയ, ഈജിപ്റ്റ്, അങ്ങനെ എല്ലാ അറബ് രാജ്യങ്ങളും ഈ പലസ്തീനുള്ള ഒരു കൊച്ചുകുട്ടി പോലും ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖത്തറെല്ലാം അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരാളെ പോലും അവർ സ്വീകരിക്കാൻ ഇന്നേ വരെ റെഡി ആയില്ല. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളെല്ലാം പലസ്തീനുള്ള ഈ ജനങ്ങളെല്ലാം തന്നെ സ്വീകരിക്കാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഭയക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണം എന്നുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം. മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പലസ്തീനുള്ള റെഫ്യൂജീസിന് ഈ ഒരു യുദ്ധം നോക്കുകയാണെങ്കിൽ മേലെ സൈഡ് മൊത്തം ഇസ്രായേലാണ്, ഇപ്പുറത്തെ സൈഡ് ഈജിപ്റ്റ്, അപ്പുറത്തെ സൈഡ് ജോർദൻ. ഈ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യില്ല. മേലോട്ട് ഇസ്രായേലാണ്, അങ്ങോട്ട് പോകാനും പറ്റില്ല. താഴോട്ട് വരികയാണെങ്കിൽ കടലാണ്. അപ്പോൾ മൊത്തം കൂടെ ഒരു ട്രാപ്പിൽ പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഗസയിലെ റെഫ്യൂജീസ് എല്ലാം. അപ്പോൾ അറബ് രാജ്യങ്ങളൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആകാത്തതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഈ പലസ്തീനിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് ഇന്തോനേഷ്യയും മലേഷ്യയുമാണ് മുന്നോട്ട് വന്നത്. അതിലും മലേഷ്യൻ പ്രസിഡന്റായ അൻവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ പലസ്തീന് വേണ്ടി ഞങ്ങളുടെ ആർമീനെ അങ്ങോട്ട് അയച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. ഇന്തോനേഷ്യയും മലേഷ്യയും ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പീസ് കീപ്പിംഗ് ആർമീനെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യന്റെ അത്ര സൈന്യബലം ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് മലേഷ്യ. മലേഷ്യ എന്ന് പറയുന്ന രാജ്യം നോക്കുമ്പോൾ ഇന്ത്യനെക്കാട്ടിലും പെർ ക്യാപിറ്റൽ GDP ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്സ്, ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യന്റെ ഒരു വലിയൊരു സ്റ്റേറ്റിന്റെ അത്ര മാത്രമോ മലേഷ്യ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് കിട്ടുന്നത് ആ ഒരു സ്റ്റേറ്റിന് മാത്രം നോക്കിയാൽ തന്നെ അവർക്ക് ആ ഒരു കാര്യം നന്നായിട്ട് പോകാം. ഇന്ത്യന്റെ ഒരു സ്റ്റേറ്റ് അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇന്ത്യ ഒരു വികസിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ വലിയ രാജ്യമാണ്, അതുപോലെ തന്നെ സ്ക്വയർ കിലോമീറ്ററുകൾ കൂടുതലാണ്. ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് അടക്കം നമ്മൾ എത്തിയിരിക്കുന്നു. റോഡ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പക്ഷെ ആർമി വെച്ച് നോക്കുമ്പോൾ മലേഷ്യൻ ആർമി വീക്കാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനോട് പോയി യുദ്ധം ചെയ്ത് ജയിക്കാൻ മാത്രമുള്ള ശക്തിയൊന്നും മലേഷ്യക്ക് മാത്രമല്ല ഇന്ന് ഒരു അറബ് രാജ്യങ്ങൾക്കുമില്ല. ഇറാൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരു രാജ്യങ്ങൾക്കും ഇന്ന് തൽക്കാലം ഇല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു കോമഡി വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ എല്ലാവരും അന്ന് വലിയ സീരിയസ് ആയി എടുത്തില്ല, കാരണം ഇത് നടക്കില്ല എന്നറിയാം. അപ്പോൾ ഈ മലേഷ്യ വിചാരിച്ചു എന്തായാലും ഇത് നടക്കില്ല, എന്നാൽ ഞാൻ കുറച്ച് പാലസ്തീനിലെ ജനങ്ങളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവർക്കൊരു റെഫ്യൂജി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ ഒരു തീരുമാനത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു തീരുമാനം അത്ര നല്ലതാണെന്ന് വെച്ചാൽ അതും വലിയൊരു ചോദ്യമാണ്. കാരണം ഇതിന്റെ അടുത്ത് തന്നെയാണ് ഇവർക്ക് റോഹിംഗ്യ മുസ്ലിംസ് ഉള്ളത്. ഈ മ്യാൻമറിലും അതുപോലെ തന്നെ അവിടെ ഇവിടെ എല്ലാം തന്നെ റോഹിംഗ്യ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഒരു പ്രശ്നം വരുമ്പോഴൊന്നും തന്നെ ഈ മലേഷ്യ അവരുടെ കൂടെ നിന്നിട്ടില്ല. പക്ഷെ എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഈ പലസ്തീന് വേണ്ടി കരയുന്നത് എന്തുകൊണ്ടാണ് പലരും അന്ന് തന്നെ ക്രിറ്റിസിസം എല്ലാം ചെയ്തതാണ്. എങ്കിലും ഞാൻ പലസ്തീന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ അവിടുന്ന് കുറെ 200ഓളം പലസ്തീൻ റെഫ്യൂജീസിനെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ക്യാമ്പ് പോലെ ഒരു ചെറിയൊരു ക്യാമ്പ് പോലെ ഹോസ്പിറ്റലും അങ്ങനെ എല്ലാ രീതിയിലും ബിൽഡ് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ പ്രോ പലസ്തീനെക്കാട്ടിലും പ്രോ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് മലേഷ്യൻ പ്രസിഡന്റായ അൻവർ അന്ന് തൊട്ടേ സ്വീകരിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ സൗദി അറേബ്യയും ഇറാനും കൂടെ തമ്മിലടിക്കുന്നു, ആരാണ് അറബ് ലോകത്തിന്റെ രാജാവ് എന്ന് തമ്മിലടിക്കുന്നു, അതേ രീതിയിൽ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഏഷ്യന്റെ താഴെ ഭാഗം വരുമ്പോൾ ഇവിടെ ആരായിരിക്കും ഈ മുസ്ലിം പവർ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രീതി, ആ ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയാണ് ഈ മലേഷ്യൻ പ്രസിഡന്റ് അൻവർ ശ്രമിക്കുന്നത് എന്നാണ് പലരും വിമർശിക്കുന്നത്.
അപ്പോൾ ഈ ഒരു കാര്യം ഏകദേശം സത്യം തന്നെയാണ്. അല്ലാണ്ട് ഒരു കാര്യവുമില്ല ഈ പാലസ്തീനിലെ റെഫ്യൂജീസിനെ കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? അതായത് പാലസ്തീനിൽ ജീവിക്കാൻ പറ്റാതെ ഓടി വന്നവരാണ്. അല്ലാണ്ട് ഇവർക്ക് മലേഷ്യയുമായിട്ട് ഒരു ബന്ധവുമില്ല. മലേഷ്യൻ ഗവൺമെന്റ് ചെയ്ത് തന്നെ ഒരു പിച്ച ഇട്ട് കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ഗവൺമെന്റ് പറയുന്നതെല്ലാം കേട്ട് ആ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടെല്ലാം മേടിച്ച് നമ്മൾക്ക് ഭക്ഷണം കഴിച്ച് മെല്ലെ പണിയെല്ലാം എടുത്ത് മുന്നോട്ട് പോകും. അവിടെ യുദ്ധമെല്ലാം നിർത്തിയതിനു ശേഷം തിരിച്ചു പോകാനുള്ള വഴിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ കുറച്ച് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ സിറ്റിസൺഷിപ്പും കൊടുക്കും. ഇവരെന്ത് ചെയ്തു? അതായത് ഈ ഫെസിലിറ്റി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടാമത്തെ വട്ടമാണ് അവിടെ അതായത് ഹോസ്പിറ്റലിലുള്ള ബെഡെല്ലാം തന്നെ പുറത്തു വന്ന് കത്തിക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി പേഴ്സൺസിനെല്ലാം അടിക്കുന്നു. ഇങ്ങനെ അവിടെ തന്നെ വലിയൊരു ബഹളവും അതുപോലെ തന്നെ കച്ചറയെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ വട്ടം ഒന്ന് സമാധാനപരമായി ഒന്ന് ചർച്ച ചെയ്ത് നിർത്തിയതാണ്. ഇതിപ്പോൾ 2023 2025 ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് നടന്നു. അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ മലേഷ്യയിലെ ജനങ്ങൾ വെറുതെ ഇരിക്കുമോ? കാരണം അവിടെയുള്ള ആൾക്കാർക്കെതിരെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതായത് ഒരു ബന്ധവുമില്ലാത്തവർ വന്നിട്ടാണ് അവിടെയുള്ള ആൾക്കാർക്കെതിരെ ഇങ്ങനെ അറ്റാക്കുകൾ നടത്തുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചൊരു കാര്യമാണ്. ഉടനെ മലേഷ്യയിലെ ജനങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലെല്ലാം തന്നെ അൻവറിനെതിരെ വൻ പ്രതിഷേധമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് നിങ്ങൾ അവരെ കൊണ്ടുവന്നു? അതായത് അവരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എപ്പോഴും മലേഷ്യ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് വരേണ്ടത്. ഇനിയും അവരെ കൊണ്ടുവന്ന് അവർ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രശ്നമുണ്ടാക്കുകയാണ്. ഈ തീവ്രവാദികളെല്ലാം തിരിച്ചു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്വിറ്ററിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയർന്നു വന്നിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് അൻവറിനും അതായത് കുടുംബത്തിനും അതുപോലെ തന്നെ ആ ഗവൺമെന്റിനും വലിയ പ്രശ്നമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അൻവറിന്റെ ആഭ്യന്തരമന്ത്രി വേഗം പോയി അവിടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അതായത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിർത്തിയല്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗസയിലുള്ള റെഫ്യൂജീസിനെ ഇപ്പോൾ സെറ്റാക്കി നിർത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.